ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ രാവിലെ തന്നെ അത്തപ്പൂക്കളം ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇന്നിത്തിരി സ്പീഡാക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിത്തിരി ലാഗ് അടിച്ചിട്ടാണ് നമ്മൾ അത്തപ്പൂക്കളം ഇട്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം തുടങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, എങ്ങനെ ഇടണമെന്ന് ഒരു ഐഡിയ ഇല്ല. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വരയും കുറിയും മാത്രമേ ഉള്ളൂ അതിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തലയ്ക്കാകെ ഭ്രാന്ത് വന്നിട്ട് ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ കാൽക്കുലേറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇടുന്നത്. എന്നിട്ടും ശരിയായോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത്. അപ്പോൾ എന്തായാലും ഞാനിങ്ങനെയാണ് അത്തപ്പൂക്കളം ഇന്നത്തേത് ഇട്ടത്. കാരണം ഇന്ന് പൂ അരിഞ്ഞിട്ടാണ് ഇട്ടത്. അപ്പോഴാണ് കറക്റ്റ് റൗണ്ട് വരുമെന്ന് പറഞ്ഞു. നമ്മൾ എങ്ങനെ ഇട്ടാലും റൗണ്ട് വരില്ല എന്നുള്ളത് എനിക്ക് തെളിയിച്ച് തന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചുമയും ജലദോഷവും. മഴയാണ്, ഒന്നാമത്തെ കാര്യം മഴയാണ്. ചാറ്റമഴ ഇങ്ങനെ പെയ്തുകൊണ്ട് ഞാണ് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, നമ്മൾ പൂക്കളൊക്കെ അരിഞ്ഞിട്ടാണ് ഇന്നിടുന്നത്. ചെറിയ ചെറിയ കളങ്ങളിൽ ആദ്യം ഇട്ടു. അങ്ങനെ റൗണ്ട് നമ്മൾ ഫില്ല് ചെയ്തതിൻ്റെ രണ്ടാമത് അതിലും ചെറിയ കളങ്ങളാക്കിയിട്ട് അതിൽ ഓരോ കളർ വെച്ച് 3 ഷെയ്ഡ് വെച്ചിട്ടാണ് ഇടുന്നത്. ഇന്ന് റോസ് പെറ്റൽസിനെയും നമ്മൾ ജമന്തിയുടെ കൂടെ 2 കളർ ജമന്തിയുടെ കൂടത്തി ചേർത്തിട്ടുണ്ട്. അങ്ങനെ എന്തായാലും വേണ്ടില്ല, രണ്ടാമത്തെ റൗണ്ടും ഭംഗിയായി പൂർത്തിയാക്കിയിട്ട് നമ്മൾ മൂന്നാമത്തെ റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. മൂന്നാമത്തെ റൗണ്ടും അത്യാവശ്യം മനോഹരമായ രീതിയിൽ തന്നെ പൂർത്തിയായി പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാരണം കൊണ്ട് ഒരു സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആകുമെന്ന് പ്രതീക്ഷിച്ചല്ല നമ്മൾ തുടങ്ങിയത്. പിന്നെ അവസാനമാണ് മുല്ലപ്പൂ ഇരിക്കണം ആരും ഓർത്തത്. അപ്പോൾ പിന്നെ അത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഒരു കാര്യം ഓർത്തത്. നമ്മൾ അരിഞ്ഞു വെച്ച പൂ കുറേ ബാക്കി വന്നെന്ന്. അതപ്പം നടുക്ക് കുത്തി കയറ്റി ബാക്കിയുള്ളത് അവിടെ ഇവിടെയൊക്കെ ഫില്ല് ചെയ്യാനുള്ളതൊക്കെ ഫില്ല് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ് പെറ്റൽസിൻ്റെ കുറച്ച് അരിഞ്ഞ് ഇരിപ്പുണ്ടായിരുന്നു. അതും അവിടെ ഇവിടെയൊക്കെ ഫില്ല് ചെയ്തു. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂക്കൾ, അതായത് ഈ കാക്കപ്പൂ പോലത്തെ പൂക്കളാണ് ഉണ്ടായിരുന്നത്. അത് നമ്മൾ ഗ്യാപ്പുകളിൽ കോർണറുകളിൽ വെച്ച് കൊടുത്ത് ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേങ്കിൽ അതും ഓക്കെ ഒപ്പിച്ചു കൊടുത്ത് എന്ന് വേണം പറയാൻ. പിന്നെ റോസ് പൂ എടുത്തപ്പോഴാണ് 4 പൂ എടുത്തതിൽ 3 ഒരേ കളറും 1 ഡിഫറൻറ്റും. അപ്പോൾ അത് വെച്ചപ്പോൾ ഭയങ്കര വൃത്തികേട്. അങ്ങനെ അതെടുത്ത് മാറ്റി. ഇതാണ് നമ്മുടെ കളർ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഞാനെല്ലാം ടൈം ലാപ്സിലാണ് എടുത്തത്. അപ്പം മെലിഞ്ഞനാളത്തെ കളം വൃത്തികേടായതിൻ്റെ വീഡിയോ എന്തുകൊണ്ട് ഇട്ടില്ല എന്ന് ചോദിച്ചവരടുത്ത് അതിൻ്റെ റെസൊല്യൂഷൻ മാറി കിടക്കുകയായിരുന്നു. അപ്പോൾ അതിപ്പോൾ ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഞാൻ ഈ വീഡിയോയുടെ കൂടെ വയ്ക്കുന്നുണ്ട്. അപ്പം മെലിഞ്ഞനാളത്തെ കളം എൻ്റെ പയ്യൻസ് ഇങ്ങനെ ആക്കി ഇട്ടിട്ടുണ്ട്. വളരെ മനോഹരമായ രീതിയിൽ ചിതറിത്തെറിച്ച ചിന്തകൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്ര മനോഹരമായിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് ഇട്ട് തീർന്നത് ഒരു കുറച്ച് നേരത്തിനകത്ത് കാണിച്ച അഹങ്കാരമാണ് ഈ കാണുന്നത്. അപ്പോൾ അത്രയുള്ളൂ.